ഹായ് ഹലോ. അപ്പം ഇന്നെന്താ വിശേഷം എന്നല്ലേ പറഞ്ഞു തരാം. നമ്മുടെ ആഹിക്കുട്ടി അവളുടെ അപ്പയെ വെൽക്കം ചെയ്യാൻ പോകുന്ന ഡേ ആണിന്ന്. ഞങ്ങളെല്ലാം കൂടെ പോയി. എന്ന് വെച്ചാൽ ദുബായിൽ ഒരു 13 ദിവസത്തെ ക്യാമൽ ട്രെക്കിംഗ് നടക്കുന്നുണ്ടായിരുന്നു, ദുബായ് ടു അബുദാബി. അത് കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്ന ദിവസമാണിന്ന്. നമ്മുടെ ഗ്ലോബൽ വില്ലേജിനടുത്താണ് അവർ വരുന്നത്. അപ്പം വെൽക്കം ചെയ്യാൻ പോകുന്ന പോക്കാണിത്. ഞങ്ങളവിടെ എത്തി അകത്ത് കയറിയപ്പോൾ നമ്മുടെ ആയിക്കുട്ടിക്ക് മുഖത്ത് കുറച്ച് ചിത്രപ്പണി നടത്തിയാലോ എന്നൊരാഗ്രഹം. അങ്ങനെ വാശി പിടിച്ച് അവളത് സാധിച്ചെടുത്തു. അവിടെ കൊണ്ടിരുത്തി. അങ്ങനെ ഹലോ കിറ്റിയുടെ പിക്ചറാണ് അവൾ സെലക്ട് ചെയ്തത്. കുറേ പിക്ചേഴ്സ് കാണിച്ചു. അതിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടത് അവൾ സെലക്ട് ചെയ്തു. അവിടെ കയറി ഇരുന്നു. അങ്ങനെ പുള്ളിക്കാരി ഇതേ വരയ്ക്കാനൊക്കെ തുടങ്ങി. അതിനിടയ്ക്ക് ആയിയുടെ അമ്മ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓവർ പെയിൻറ്റ് തേക്കരുത്. പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. എന്താണ് ഫൈനൽ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെയുള്ളൊരു ആകാംക്ഷയിലാണ്. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഹലോ കിറ്റി ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ ഫൈനൽ റിസൾട്ട് ഇത് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ആയിക്കുട്ടി അവളുടെ അപ്പായെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അവരിതേ എൻട്രൻസിലെത്തി. പിന്നെ വിചാരിച്ച പോലെയല്ല, അവരെ കാണാൻ നല്ല തിരക്കുണ്ടായിരുന്നു. ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ടയേർഡാണ്. കാരണം 13 ദിവസം മരുഭൂമി കൂടി ഒട്ടകത്തിൻ്റെ പുറത്ത് വന്നതല്ലേ. അപ്പം അതിൻ്റെ ഒരു ടയർഡ്നെസ്സും ഒക്കെ ഉണ്ട്. പിന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഒട്ടകത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും ഒക്കെ വരുന്നത് കാണാനും. എല്ലാം കഴിഞ്ഞ് അവരെ വെൽക്കം ചെയ്യുന്ന ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫുഡ് ഉണ്ടായിരുന്നു. അത് ബൊഫേ ആയിരുന്നു. നമുക്കിഷ്ടമുള്ള ഫുഡ് എടുക്കാം. വരുന്നവർക്കും ഉണ്ടായിരുന്നു, അവരുടെ റിലേറ്റീവ്സിനും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അവരുടെ വെൽക്കം ഫംഗ്ഷനൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ ഫയർ വർക്കും ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോയത്. അപ്പം എടുത്തു പറയേണ്ട കാര്യം, ഞാൻ ഇത്ര അടുത്ത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒട്ടകങ്ങളെ കാണുന്നത്. അവരെ കൊണ്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുത്തി അടുത്ത് പോയി തൊടാനും ഇത്ര അടുത്ത് കാണാനും ഒക്കെ പറ്റിയത് ഇതാദ്യമായിട്ടാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.